നമസ്കാരം, ഞാൻ കല. ഗണിതരസതന്ത്രത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്തത് അരിത്തമെറ്റിക് സീക്വൻസിന്റെ അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണിയുടെ ചില തുകകൾ കാണുന്നതായിരുന്നു. സമ്മ കണ്ടുപിടിക്കുന്നത്. എന്തിന്റെയൊക്കെ സമ്മായിരുന്നു കണ്ടത്? ഫസ്റ്റ് n കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ കണ്ടുപിടിച്ചു. ആദ്യത്തെ തുടർച്ചയായ അണരസംഖ്യകളുടെ തുക, ആദ്യത്തെ തുടർച്ചയായ ഇരട്ടസംഖ്യകളുടെ തുക, ആദ്യത്തെ തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുക. അതായത് സം ഓഫ് ദ ഫസ്റ്റ് കോൺസിക്യൂട്ടീവ് ഈവൺ നമ്പേഴ്സ്, സം ഓഫ് ദ ഫസ്റ്റ് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ്. അത് എങ്ങനെയുള്ളതാണ്? ആദ്യത്തെ ഫസ്റ്റ് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ്, ഈവൺ നമ്പേഴ്സ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊരു സമാന്തര ശ്രേണിയുടെയും ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസിന്റെയും സമ്മ കണ്ടുപിടിക്കേണ്ടതാണ്. അത് ഫസ്റ്റ് n കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആവണമെന്നില്ല. ഏതൊരു ശ്രേണി നമുക്ക് തന്നു കഴിഞ്ഞാലും അതിന്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു നിശ്ചിത പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യമാണ് ഇവിടെ പറയുന്നത്. അതിനൊരു ഫോർമുലയുണ്ട്. അതിന്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Sn കണ്ടുപിടിക്കാൻ Sn ഫോം കാണേണ്ടത്, നിങ്ങൾക്ക് ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദവും അതിന്റെ അവസാന പദവും അറിയാമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു സമാന്തര ശ്രേണി 3, 7, 11, എക്സെട്ര ഒരു സമാന്തര ശ്രേണി, ഇതിലെ ആദ്യത്തെ 15 പദങ്ങളുടെ തുക എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 15 ടേംസ് ഓഫ് ദ സീക്വൻസ്. അങ്ങനെയാണ് ക്വസ്റ്റൻ എങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക. സം ഓഫ് ദ ഫസ്റ്റ് 15 ടേംസ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ 15 പദങ്ങളുടെ തുക. അപ്പൊ ആദ്യത്തെ 15 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ n എത്രയാണ്? 15 ആണ്. n is equal to 15 ആണ്. അപ്പൊ നിങ്ങൾ കാണേണ്ടത് S15 ആണ്. അവിടെ നിങ്ങൾ 15th ടേം കണ്ടുപിടിക്കുക. അതാണ് അവിടുത്തെ n-ാം പദം. nth ടേം എന്ന് പറഞ്ഞാൽ അവിടെ 15th ടേം ആണ്. അപ്പൊ ഫസ്റ്റ് ടേമും അറിയാം 15th ടേമും അറിയാമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? അപ്പൊ ഇവിടെ Sn കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ടേമും അതിന്റെ nth ടേമും അറിയാമെങ്കിൽ അതിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ n/2 ഇൻറ്റു x1 പ്ലസ് xn ആണ്. അതിന്റെ ഫോർമുല n/2 ഇൻറ്റു x1 പ്ലസ് xn ആണ്. ഇപ്പൊ ഏതൊരു സമാന്തര ശ്രേണിയുടെയും ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസിന്റെയും പദങ്ങളുടെ തുക n പദങ്ങളുടെ തുക കണ്ടുപിടിക്കേണ്ട ഫോർമുല സം ഓഫ് n ടേംസ് കാണേണ്ടത് ഏത് രീതിയിലാണ്? Sn is equal to n/2 into first term plus last term. x1 എന്നാണ് ഫസ്റ്റ് ടേം ആദ്യ പദം, ലാസ്റ്റ് ടേം xn ലാസ്റ്റ് ടേം ആണ്. അപ്പൊ n/2 into x1 plus xn ചെയ്താൽ മതി. മനസ്സിലായല്ലോ? ഇനി ഏതൊരു സമാന്തര ശ്രേണിയുടെയും n പദങ്ങളുടെ തുക സം ഓഫ് n ടേംസ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു Sn സം ഓഫ് ഫസ്റ്റ് n ടേം സം ഓഫ് n ടേംസ് pn² പ്ലസ് qn ആണെന്നിരിക്കട്ടെ. pn² പ്ലസ് qn. p എന്ന് പറയുന്നത് n² കോഎഫിഷ്യന്റ് ആണ്, n² ഗുണോത്തരവും. q എന്ന് പറയുന്നത് n ഗുണോത്തരവുമാണ്. അപ്പൊ ഏതെങ്കിലും ഒരു സമാന്തര ശ്രേണിയുടെ സം ഓഫ് n ടേംസ് pn² പ്ലസ് qn ആണെങ്കിൽ അതിന്റെ കോമൺ ഡിഫറൻസ് എത്രാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ n² കോഎഫിഷ്യന്റ് ഉണ്ടല്ലോ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് d is equal to 2p ആയിരിക്കും. അതായത് pn² പ്ലസ് qn ആണ് സം ഓഫ് n ടേംസ് എങ്കിൽ d is equal to എന്തായിരിക്കും? 2 into p ആയിരിക്കും. n² കോഎഫിഷ്യന്റിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 കൊണ്ട് ഗുണിച്ചാൽ പൊതുവ്യത്യാസം കിട്ടും. അതേപോലെ ഒന്നാം പദം കണ്ടുപിടിക്കാൻ n² കോഎഫിഷ്യന്റിനെയും n കോഎഫിഷ്യന്റിനെയും ആഡ് ചെയ്താൽ മതി. അതായത് n² ഗുണോത്തരവും n ഗുണോത്തരവും കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നാം പദം കിട്ടും. അതൊരു എളുപ്പ വഴിയാണ് പറഞ്ഞു തരുന്നത്. ഒന്നാം പദം കിട്ടും. അപ്പൊ d is equal to 2p ആയിരിക്കും. x1 is equal to എന്തായിരിക്കും? p plus q ആയിരിക്കും. അത് എഴുതി പഠിക്കുക. ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്ന കുറച്ച് n പദങ്ങളുടെ തുകയാണ് ഞാൻ ഇവിടെ തന്നത്. ഒന്നാമത്തത് n² പ്ലസ് 2n, രണ്ടാമത് തന്നത് 2n² പ്ലസ് n, മൂന്നാമത് തന്നത് 2n² മൈനസ് n,
നാലാമത്തത് n സ്ക്വയർ മൈനസ് 2n. ഇതൊക്കെ തന്നെയും ചില സമാന്തര ശ്രേണികളുടെ ചില അരിത്തമെറ്റിക് സീക്വൻസസിന്റെ സം ഓഫ് n ടേംസ് ആണ്. സം ഓഫ് n ടേംസിന്റെ ഫോർമുലയാണ്. നിങ്ങളോട് പറഞ്ഞിരിക്കേണ്ടത് ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഓൾജിബ്രൈക് ഫോം ഓർ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ഓഫ് ദാറ്റ് സീക്വൻസ്. നിങ്ങൾ കാണേണ്ടത് ഇത് ഏതൊരു സമാന്തര ശ്രേണിയുടെ n പദങ്ങളുടെ തുകയാണോ നിങ്ങൾ അതിന്റെ n-ാം പദം കണ്ടുപിടിക്കണം. അതിന്റെ nth ടേം നിങ്ങൾ കണ്ടുപിടിക്കണം. ഇവിടെ nth ടേം കണ്ടുപിടിക്കണം. നമുക്ക് എന്തൊക്കെ വേണം? കോമൺ ഡിഫറൻസ് വേണം. അതുപോലെ തന്നെ എന്താണ് ഫസ്റ്റ് ടേമും വേണം. ഇതിൽ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ഇവിടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? d is equal to n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ 1 അല്ലേ? 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 2 എന്ന് കിട്ടും. അപ്പൊ 2 into 1 എത്രയാണ്? 2. അപ്പൊ 2 into 1 ആണ്. അതുകൊണ്ട് അത് 2 എന്ന് കിട്ടി. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റും n-ന്റെ കോഎഫിഷ്യന്റും കൂട്ടണം. അതിന്റെ രണ്ടിന്റെയും ഗുണോത്തരങ്ങൾ തമ്മിൽ കൂട്ടുക. അപ്പോൾ നമുക്ക് x1 സമം എന്ത് കിട്ടി? x1 is equal to 1 ഉം 2 ഉം 1 plus 2 is equal to 3 എന്ന് കിട്ടി. 1 plus 2 is equal to 3 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ xn കണ്ടുപിടിച്ചോടെ. xn എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഓൾജിബ്രൈക് ഫോം എങ്ങനെയാണ് എഴുതുന്നത്? പൊതുവ്യത്യാസത്തെ n കൊണ്ട് ഗുണിച്ച് ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറച്ച് കിട്ടുന്ന സംഖ്യ കൂട്ടുക. അല്ലെ? അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? xn കണ്ടുപിടിക്കാൻ കോമൺ ഡിഫറൻസിനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കോമൺ ഡിഫറൻസ് എത്രയാണ്? 2 അല്ലേ? ഇപ്പൊ 2 into n 2n. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറക്കുക. 3ൽ നിന്നും 2 കുറക്കുക. 3ൽ നിന്നും 2 കുറച്ചാൽ എത്രയാണ്? 1 അല്ലേ? അപ്പൊ പ്ലസ് 1. അപ്പൊ ഇതിന്റെ nth ടേം എന്ത് കിട്ടി? 2n plus 1 എന്ന് കിട്ടി. വളരെ എളുപ്പം കിട്ടിയില്ലേ? ഇപ്പൊ 2n plus 1 ആയിരിക്കും അതിന്റെ nth ടേം. അതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ d കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇതാ n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 2, അതിന്റെ ഗുണോത്തരം 2 ആണ്. അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 2 into 2 4. x1 കാണാൻ എന്താ ചെയ്യേണ്ടത്? x1 കാണാൻ ഈ രണ്ടിന്റെയും കോഎഫിഷ്യന്റ്സ് തമ്മിൽ കൂട്ടുക, ഗുണോത്തരങ്ങൾ തമ്മിൽ കൂട്ടുക. ഇപ്പൊ 2 plus 1 എത്ര കിട്ടും? 3. അങ്ങനെയാണെങ്കിൽ xn കാണാൻ xn is equal to എന്താ ചെയ്യേണ്ടത്? xn is equal to കോമൺ ഡിഫറൻസിനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 4n. എന്നിട്ട് ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറക്കുക. 1-ാം പദത്തിൽ നിന്നും പൊതുവ്യത്യാസം കുറക്കുക. 3ൽ നിന്നും 4 കുറക്കുക. അപ്പോഴെത്രയാണ്? -1 അല്ലേ? അപ്പൊ 4n minus 1 എന്ന ആൻസർ കിട്ടും. മനസ്സിലായില്ലേ? ഇനി ഇവിടെയോ എത്രയാണ് ആൻസർ കിട്ടുന്നത്? d is equal to 2 അല്ലേ കോമൺ ഡിഫറൻസ്? ഇതിന്റെ n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 2 ആണ്. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? 2 into 2 4. x1 എത്രയായിരിക്കും? x1 is equal to 2 plus -1. ഇതിന്റെ കോഎഫിഷ്യന്റ് നെഗറ്റീവ് 1 അല്ലേ? 2 plus -1 എത്രയാണ്? 2 ഉം -1 കൂട്ടുമ്പോൾ 1. ഇനി xn എങ്ങനെ എഴുതും? xn is equal to കോമൺ ഡിഫറൻസ് 4 അല്ലേ? 4n. എന്നിട്ട് ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറക്കുക. 1-ാം പദത്തിൽ നിന്നും പൊതുവ്യത്യാസം കുറക്കുക. 1ൽ നിന്നും 4 കുറച്ചാൽ -3. അപ്പൊ 4n minus 3 ആയിരിക്കും ഇതിന്റെ ആൻസർ. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് n സ്ക്വയർ മൈനസ് 2n. പൊതുവ്യത്യാസം എഴുതുമ്പോൾ d is equal to n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2. ഇനി x1 is equal to ഫസ്റ്റ് ടേം ആദ്യ പദം. എന്താണ് ചെയ്യേണ്ടത്? ആദ്യ പദം കണ്ടുപിടിക്കാൻ ഇതിന്റെ കോഎഫിഷ്യന്റും ഇതിന്റെ കോഎഫിഷ്യന്റും കൂട്ടുക. ഇതിന്റെ കോഎഫിഷ്യന്റ് ഇതിന്റെ ഗുണോത്തരം 1, ഇതിന്റെ -2. 1 plus -2 -1. അങ്ങനെയാണെങ്കിൽ xn കണ്ടുപിടിക്കാലോ. xn is equal to കോമൺ ഡിഫറൻസ് 2 അല്ലേ? അപ്പൊ 2 into n 2n. ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറക്കുക. അപ്പൊ -1ൽ നിന്നും 2 കുറക്കണം. -1 കുറക്കണം 2 എത്രയാണ്? -1 minus 2 -3 ആണ്. അപ്പോൾ ആൻസർ എത്ര കിട്ടി? -3. അപ്പൊ ഇതാണ് എന്താണ്? ഇത് ഇങ്ങനെയാണ് ഒരു ഓൾജിബ്രൈക് ഫോമിൻ ഒരു എറിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണിയുടെ n പദങ്ങളുടെ തുക തന്നു കഴിഞ്ഞിട്ട് നിങ്ങളുടെ nth ടേം കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഈ മെത്തേഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എളുപ്പം അത് കണ്ടുപിടിക്കാം. മനസ്സിലായില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 11,
22, etc. എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക കണ്ടുപിടിക്കൂ. ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സം ഓഫ് ദി ഫസ്റ്റ് 25 ടേംസ് ഓഫ് ദ സീക്വൻസ് 11, 22, 33, etc. ഈ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക. 25 പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ 25 ടേംസ്, ഫൈൻഡ് ദ സം ഓഫ് ദ 25 ടേംസ് ചോദിച്ചു കഴിഞ്ഞാൽ n is equal to 25 ആണ്. അപ്പൊ നമുക്കറിയാം. അപ്പൊ എന്താണ്? n is equal to 25 ആണ്. വേറെ എന്തൊക്കെ കാര്യങ്ങൾ അറിയാം നിങ്ങൾക്ക് ഇവിടെ? x1 എത്രയാണ്? x1 is equal to 11. x1 is equal to 11. d is equal to 11 plus 11 അല്ലേ 22. അപ്പൊ 22 minus 11 is equal to 11. 22ൽ നിന്നും 11 കുറച്ചാൽ 11. അപ്പൊ പൊതുവ്യത്യാസവും എത്ര തന്നെയാണ്? 11 ആണ്. d is equal to 11. ഇനി നമുക്ക് കാണേണ്ട ഫോർമുല എന്തായിരുന്നു? n കാണേണ്ട ഫോർമുല എന്താണ്? n/2 ഇൻറ്റു ആദ്യപദം പ്ലസ് അവസാന പദം, n/2 ഇൻറ്റു x1 പ്ലസ് xn, n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രാമത്തെ പദമാണ്? 25th ടേം അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ എന്ത് കണ്ടുപിടിക്കണം? 25th ടേം കണ്ടുപിടിക്കണം. ഇപ്പൊ 25th ടേം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഇവിടെ xn കണ്ടിട്ട് അതിനകത്ത് 25 എന്നുള്ള വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ x1 പ്ലസ് 24d വെച്ചിട്ടും ചെയ്യാം. ഏത് രീതിയിലും ചെയ്യാം. അപ്പൊ ഇതിന് നമുക്ക് xn ആണ് കാണുന്നതെങ്കിൽ x25 കാണുമ്പോൾ x25 കാണുന്നതിന് മുൻപേ xn കണ്ടുവെച്ചു കഴിഞ്ഞാൽ xn is equal to എന്താണ്? xn കാണേണ്ട ഫോർമുല പൊതുവ്യത്യാസത്തിനെ n കൊണ്ട് ഗുണിച്ച് ഫസ്റ്റ് ടേമിൽ നിന്നും കോമൺ ഡിഫറൻസ് കുറക്കുക. ഫസ്റ്റ് ടേം എത്രയാണ്? 11. കോമൺ ഡിഫറൻസ് എത്രയാണ്? 11. അപ്പൊ 11 നിന്ന് 11 കുറച്ചാൽ എത്രയാണ്? 0 അല്ലേ? അപ്പൊ ഇവിടെ xn എന്താ വന്നത്? 11n എന്നാണ് വന്നത്. 11 എന്നാണ് ഇവിടെ എന്താണ് ഇതിന്റെ nth ടേം, എന്നാം പദം. അങ്ങനെയാണെങ്കിൽ x25 എത്രയായിരിക്കും? x25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ n-നെ 25 എന്ന് കൊടുത്താൽ 11 ഇൻറ്റു 25 എന്ന് വരും. 11 ഇൻറ്റു 25 എത്ര കിട്ടുക? 25 ഇൻറ്റു 10 എത്രയാണ്? 250. 25 ഇൻറ്റു 1 25. അപ്പൊ 250 പ്ലസ് 25 എത്ര കിട്ടും? 275 എന്ന ആൻസർ കിട്ടും. 275 എന്ന ആൻസർ കിട്ടും ഇവിടെ. 275. അപ്പൊ 25 ഇൻറ്റു 11 എത്രയാണ്? 275 ആയിരിക്കും. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? S25 കാണണം അല്ലെ? S25 സമ്മ കാണാനാണ് നമ്മൾ S എന്ന് കൊടുക്കുന്നത്. സമ്മിന്റെ S ആണത്. S25 25 പദങ്ങളുടെ തുക കാണാൻ n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം, n/2 ഇൻറ്റു ആദ്യ പദം, n എത്രയാണ്? 25. അപ്പൊ 25/2 ഇൻറ്റു ഫസ്റ്റ് ടേം ആദ്യ പദം പ്ലസ് 25ാം പദം x25. അപ്പോഴേ ചെയ്യുമ്പോൾ എന്താ എഴുതും ഇവിടെ? 25/2 ഇൻറ്റു ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം എത്രയാണ്? 11 അല്ലേ? 11 പ്ലസ് 275. 275. ഇത് ആഡ് ചെയ്യാം. 25/2 ഇൻറ്റു എത്രയാണ്? 275. 276 പ്ലസ് 10 286. ഇതിനെ മൾട്ടിപ്ലൈ 286 ഒന്നെങ്കിൽ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ 286നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുക. ഇതേപോലെയാണ് എന്താണ് സം ഓഫ് 25 ടേംസ് അല്ലെങ്കിൽ സം ഓഫ് 30 ടേംസ് എന്നൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ സം ഓഫ് ഓൾ 3-digit numbers which are multiples of 9. Find the sum of all 3-digit numbers which are multiples of 9. 9ന്റെ ഗുണിതങ്ങളായ എല്ലാ മൂന്നക്ക സംഖ്യകളുടെയും തുക കാണുക. 9ന്റെ ഗുണിതങ്ങളായ എല്ലാ മൂന്നക്ക സംഖ്യകൾ. അപ്പൊ മൂന്നക്ക സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 100ൽ തുടങ്ങി 999ൽ അവസാനിക്കും. അപ്പൊ കണ്ടീഷൻ എന്താണ്? 9ന്റെ ഗുണിതങ്ങളായിരിക്കണം. എന്താണ് 9ന്റെ ഗുണിതങ്ങളാവണമെന്ന് പറഞ്ഞാൽ 9 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ റിമൈൻഡർ 0 ആവണം, ശിഷ്ടം 0 ആവണം ആണല്ലോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്പർ ഏതാണെന്ന് നോക്കാം. പിന്നെ വേറൊരു കാര്യം, 9ന്റെ ഗുണിതങ്ങളുടെ പ്രത്യേകതകൾ എന്താണ്? 9ന്റെ ഗുണിതങ്ങൾ എപ്പോഴും അതിന്റെ ഡിജിറ്റ്സ് ആഡ് ചെയ്താൽ കിട്ടുന്ന സംഖ്യ 9 ആണെങ്കിൽ
ആ സംഖ്യ 9ന്റെ ഗുണിതമായിരിക്കും. അതിലെ അക്കങ്ങൾ ഉണ്ടല്ലോ, നമ്മളിപ്പോ ഒരു സംഖ്യ എടുത്ത് അതിന്റെ അക്കങ്ങൾ, ഇപ്പം 342 എന്നൊരു സംഖ്യ ഞാൻ എടുത്തു. അത് 9ന്റെ ഗുണിതമാണോ നോക്കാൻ എന്ത് ചെയ്താലും മതി, അതിന്റെ അക്കങ്ങൾ കൂട്ടുക. 3ഉം 4ഉം 7, 7ഉം 2ഉം 9. അപ്പൊ കൂട്ടുമ്പോൾ എത്ര കിട്ടി? 9 എന്ന് കിട്ടിയില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ 342 ഏതിന്റെ ഗുണിതമായിരിക്കും? 9ന്റെ ഗുണിതമായിരിക്കും. അപ്പോൾ ഇവിടെ 100 കഴിഞ്ഞാൽ 100നും 999നും ഇടയിലുള്ള എന്താണ് 9ന്റെ ഗുണിതങ്ങളാണ് നോക്കേണ്ടത്. അപ്പോഴ് x1 എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതായിരിക്കും? x1 എന്ന് പറഞ്ഞാൽ 100 എന്തായാലും 9ന്റെ ഗുണിതമല്ല. പിന്നെ 100 എന്ന് പറഞ്ഞാൽ 100 ആണല്ലോ. ഇനി 9ന്റെ ഗുണിതമായ ആദ്യത്തെ അക്കം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? കൂട്ടുമ്പോൾ 9 കിട്ടണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും? 1 0 2 കൊടുത്താൽ കിട്ടില്ല, 3 കിട്ടില്ല, 4 കൊടുത്താൽ കിട്ടില്ല, 5 കൊടുത്താൽ കിട്ടില്ല, 6 കൊടുത്താൽ കിട്ടില്ല, 7 കൊടുത്താലും കിട്ടില്ല. അപ്പോഴേതായിരിക്കും കൊടുക്കുക? 8. അപ്പോഴേതായിരിക്കും? 108. 108 ആയിരിക്കും 9ന്റെ ഗുണിതം. അപ്പൊ 108 ആയിരിക്കും ഇവിടെ. ഒന്നാമത്തെ പദം ഏതായിരിക്കും? 108 ആയിരിക്കും. ഇനി ലാസ്റ്റ് ടേം കണ്ടുപിടിക്കണം. ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞിരിക്കുന്നത് 999. നമ്മൾ നോക്കുക, 999 അക്കങ്ങൾ കൂട്ടി നോക്കുക. എത്രയാണ്? 9 9 18. 18 9 എത്രയാണ്? 27 അല്ലേ? അപ്പൊ 27 എന്ന് കിട്ടി. ഇനി 9 9 9 9ന്റെ ഗുണിതമാണോ നോക്കാൻ ഹരിച്ച് നോക്കിയാലും മതി. എത്രയാണ്? 999 111 പ്രാവശ്യം പോകും. 111 × 9 ആണ് 990. അപ്പൊ 9ന്റെ ഗുണിതമാണ്. അല്ലെങ്കിൽ ഈ മെത്തേഡ് ചെയ്യാം. 9ന്റെ ഗുണിതമാണെങ്കിൽ കൂട്ടിയാൽ ഡിജിറ്റ്സ് കൂട്ടി കഴിഞ്ഞാൽ 9 കിട്ടിയാൽ മതി. 20 എല്ലാം കൂടി കൂട്ടി 27, 2 7 കൂട്ടിയാൽ 9 ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം xn എത്രയാണെന്ന് പറയാം? 999 ആണ്. അപ്പൊ xn is equal to എത്രയാണ്? xn is equal to 999 ആണ്. ഇനി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 4 മാർക്ക് ഇതിനുണ്ടാവും. 4 അല്ലെങ്കിൽ 3 മാർക്ക് ഷുവർ ആണ്. അപ്പം എന്താണ്? ഫൈൻഡ് ദ സം ഓഫ് ഓൾ ദ 3 ഡിജിറ്റ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 9. ഇനി ഇങ്ങനെയുള്ള എത്ര 9ന്റെ ഗുണിതങ്ങളായ എത്ര സംഖ്യകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണ്ടേ? അതിന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു മെത്തേഡ്. എന്തായിരുന്നു? n കാണേണ്ട ഫോമിൽ എന്തായിരുന്നു? xനും അറിയാം, x1ഉം അറിയാം, dയും അറിയാമെങ്കിൽ n കാണേണ്ട ഫോമിൽ എന്തായിരുന്നു? പദങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് ടേംസ്, n is equal to xn minus x1 divided by d plus 1. എന്തായിരുന്നു? n is equal to xn minus x1 whole divided by d plus 1. ഇതായിരുന്നു മെത്തേഡ്. ഇതായിരുന്നു എന്റെ ഫോർമുല. അതിൽ വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും നമുക്കിവിടെ? is equal to, നമുക്കിവിടെ കൊടുക്കാം, is equal to xn എത്രയാണ്? 999, 999. അപ്പൊ 999 മൈനസ് x1 എത്രയാണ്? 108. 108. ഇനി കോമൺ ഡിഫറൻസ് എത്രയാണ്? ഞാൻ അവിടെ അപ്പൊ പറഞ്ഞു. എന്തായിരുന്നു? നിങ്ങൾ ഏതുകൊണ്ട് ഹരിക്കുമ്പോൾ എന്ന് ചോദിക്കുന്നതാണ് കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം. അതുകൊണ്ട് ഇവിടെ ഏതാണ്? 9 ആണ്. ഡിവൈഡഡ് ബൈ 9 പ്ലസ് 1 is equal to, ഇതിൽ നിന്നും ഇത് മൈനസ് കഴിഞ്ഞാൽ എത്ര കിട്ടുന്നു നോക്കണം. എത്രയാണ്? 9 minus 8 1, 9 minus 0 9, 9 minus 1 8. അപ്പോഴ് നമുക്ക് കിട്ടുന്നത് 891 എന്നാണ്. ബൈ 9 പ്ലസ് 1. ഇനി നമ്മൾ നോക്കുക, ഇതാ 8 9 17 1 18. 1 വെട്ടും കൂട്ടും 9 കിട്ടും. എന്തായാലും അത് 9ന്റെ ഗുണിതമാണ്. ഇനി അതിന്റെ ബാക്കി സ്റ്റെപ്സ് എന്ത് വരും? നമുക്ക് ബാക്കി സ്റ്റെപ്സ് വരുന്നത് എന്തായിരിക്കും? 891 9 കൊണ്ട് ഹരിക്കണം. 891 9 കൊണ്ട് ഹരിക്കാൻ എത്രയാണ്? 89 എത്ര പ്രാവശ്യം പോകും? 9 9s are 81 ആണ്. അപ്പൊ 9 കിട്ടും അവിടെ. അപ്പൊ 9, അല്ലെങ്കിൽ നമുക്കിവിടെ ഹരിച്ചു നോക്കാം. n is equal to എത്ര കിട്ടുന്നത്? 891 ഡിവൈഡഡ് ബൈ 9. മറ്റേ കട്ട് ചെയ്ത് ചെയ്യാൻ അറിയാത്തവർ, അല്ലെങ്കിൽ എത്രയാണ്? 9 9s are 81. ബാക്കി 8 കിട്ടും. 8 1 81 വായിക്കാം. വീണ്ടും 9 കിട്ടും. അല്ലെങ്കിൽ ഇതേപോലെ ചെയ്യാം. 9 9s are 81. ബാക്കി എത്രയാണ്? 8 81 വീണ്ടും 9 9s are 81. റിമൈൻഡ് 0. അപ്പോൾ എത്ര കിട്ടും ആൻസർ? അവിടെ 99 എന്ന് കിട്ടും ആൻസർ. അപ്പൊ 99 പ്ലസ് 1 എത്ര കിട്ടി? 100. അപ്പോൾ എന്താണ് ഇതെന്ന് മനസ്സിലായത്? 100നും
999 ഇടയിൽ 9ന്റെ ഗുണിതങ്ങളായ എത്ര സംഖ്യകളുണ്ട്? 100 സംഖ്യകളുണ്ട്. ഇനി സംഖ്യകളുടെ എണ്ണമല്ല കാണാൻ ചോദിച്ചത്. എന്താണ്? അങ്ങനെയുള്ള സംഖ്യകളെല്ലാം കൂട്ടിയാൽ അതിന്റെ തുക എത്ര? വാട്ട് ഇസ് ദ സം ഓഫ് ദാറ്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് എന്നാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എസ് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എസ് 100 കാണണം. എസ് 100 കാണുക. എസ് 100 കാണാൻ എന്താണ് ചെയ്യേണ്ടത്? n/2 into first term plus last term. ഫസ്റ്റ് ടേം നമ്മുടെ കയ്യിലുണ്ട്, ലാസ്റ്റ് ടേം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ എസ് 100 കാണാൻ എന്താ ചെയ്യേണ്ടത്? 100/2 into ഫസ്റ്റ് ടേം എത്രയാണ്? 108. 108 plus xn എത്രയാണ്? 999. 999 വില കൊടുക്കുക. എത്രയാണ്? 100/2 എത്രയാണ്? 50 into ഇവിടെ എത്രയാണ്? 9 8 17 ബാക്കി 9 1 10 0 ബാക്കി 1 2 9 11. അപ്പൊ 1107 ഇവിടെ കിട്ടും അല്ലെ? എത്രയാണ്? 9 8 17 10 ബാക്കി 1 10 1 1107 into 5 50 എന്ന് വരും. അതിന്റെ ആൻസർ എത്രയാണ്? 7 5 35 ബാക്കി 0 3 1 5 1 5 0. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 55,350 ആയിരിക്കും ഇതിന്റെ ആൻസർ. അപ്പോഴ് ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ് സം ഓഫ് ഫസ്റ്റ് 15 terms ഈസ് 195. Sum of its first 25 terms is 1325. Find the sum of its first n terms. What is the question? In an arithmetic sequence, ഒരു സമാന്തര ശ്രേണിയിൽ sum of first 15 terms is ആദ്യത്തെ 15 പദങ്ങളുടെ തുക 495 ആണ്. 495 ആണ്. Sum of its first 25 terms is ആദ്യത്തെ 25 പദങ്ങളുടെ തുക 1325 ആണ്. 1325 ആണ്. Find the sum of its first n terms. ഇതിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 4 മാർക്കോ 5 മാർക്കോ ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യന് 4 അല്ലെങ്കിൽ 5 മാർക്ക് ഷുവർ ആണ്. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? നിങ്ങൾക്ക് തന്നിരിക്കുന്ന കാര്യം സം ഓഫ് ഫസ്റ്റ് 15 terms. 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പറിന്റെ സമ്മ തന്നു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അതിന്റെ മിഡ് ടേം കണ്ടുപിടിക്കാം. എങ്ങനെയാണ് മിഡ് ടേം കണ്ടുപിടിക്കേണ്ടത്? സമ്മിനെ, തുകയെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 15 ആളാണല്ലോ, 15 നമ്പേഴ്സ് എടുത്താൽ മിഡ് ടേം എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ആളായിരിക്കും? മിഡ് ടേം എത്രയായിരിക്കും? എത്രാമത്തെ നമ്പർ ആയിരിക്കും മിഡ് ടേം ആയിട്ട് വരുന്നത്? 8th ടേം ആയിരിക്കില്ലേ? 15ല് 7ഉം 7ഉം രണ്ട് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നടുക്ക് നിൽക്കുന്ന ആളെന്ന് പറഞ്ഞാൽ 8ാമത്തെ ആളായിരിക്കുമല്ലോ. അപ്പൊ 88th ടേം ആയിരിക്കും. അപ്പൊ ഇവിടെ മിഡ് ടേം എത്രയായിരിക്കും? 8th ടേം. അപ്പൊ നമുക്ക് സം ഓഫ് 15 terms നിങ്ങളെ കയ്യിലുണ്ട്. 15 ആണ് നമ്പർ. അപ്പോൾ അതിൽ നിന്നും മിഡ് ടേം ആയ 8th ടേം നിങ്ങൾക്ക് അവിടെ കിട്ടും. 8th ടേമിനെ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്? x8 എന്നല്ലേ? 8ാം പദം നമുക്ക് അവിടെ കിട്ടി. 8ാം പദമായിരിക്കും അതിന്റെ മധ്യപദം. അപ്പോൾ നമുക്കിവിടെ x8 സമം എത്രാന്ന് എഴുതാം? x8 is equal to 8ാം പദം എത്രയായിരിക്കും? 15 പദങ്ങളുടെ തുകയെ 15 കൊണ്ട് ഹരിച്ചതായിരിക്കുമല്ലോ. അതായത് 495നെ എത്ര കൊണ്ട് ഹരിച്ചതായിരിക്കും? 15 കൊണ്ട് ഹരിച്ച നമ്പർ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഹരിക്കുന്നത്? 495നെ 15 കൊണ്ട് ഹരിക്കാൻ 49ൽ എത്ര ടൈംസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ 495/15 എത്രയാണ് കിട്ടുന്നത്? ഇവിടെ ഇതില് 3 15 45 എന്ന് കിട്ടും. ബാക്കി എത്രയാണ്? 9 നിന്ന് 5 പോയി കഴിഞ്ഞാൽ 4, 45 വീണ്ടും കിട്ടും. പിന്നെയും 3 എന്ന് കിട്ടും. അപ്പോൾ അവിടെ കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? 33 എന്ന ആൻസർ കിട്ടും. 33 എന്ന് വരും. അപ്പൊ x8 is equal to എത്രയായിരിക്കും? x8 is equal to 33 എന്ന് കിട്ടും. 33. x8 is equal to 33. കിട്ടിയല്ലോ. ഇനി എന്താണ് നമുക്ക് അടുത്ത് തന്നിരിക്കുന്നത്? സം ഓഫ് ഫസ്റ്റ് 25 terms.
25 എന്നത് ഓഡ് നമ്പർ അല്ലേ? അപ്പൊ ഓഡ് നമ്പറിന്റെ സമ്മാണല്ലോ അവിടെയും തന്നിരിക്കുന്നത്. അപ്പൊ 25 ആളുകൾ നിന്ന് കഴിഞ്ഞാൽ നടുവിൽ നിൽക്കുന്ന ആളെന്ന് പറയുന്നത് എത്രാമത്തെ ആളായിരിക്കും? 25 ആളല്ലേ? അപ്പൊ 12, 12, 24 ആണല്ലോ. 12 രണ്ട് ഭാഗത്തേക്കും പോയി കഴിഞ്ഞാൽ നടുവിൽ നിൽക്കുന്ന ആള് 13ാമത്തെ ആളായിരിക്കുമല്ലോ. അപ്പോൾ 13th ടേം ആണ് അവിടെ കിട്ടുന്നത്. 25ന്റെ മിഡ് ടേം എന്ന് പറഞ്ഞത് 13th ടേം ആയിരിക്കും. 13th ടേമിനെ എങ്ങനെയാണ് എഴുതുന്നത്? x13 എന്ന് എഴുതും. x13 അപ്പോൾ എന്താ കിട്ടുന്നത്? x13 ഈസ് ഈക്വൽ ടു എത്രയാണ്? സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് എത്രയാണ്? 1325. 1325 ഡിവൈഡഡ് ബൈ നമ്പർ എത്രയാണ്? 25 അല്ലേ? ഇപ്പൊ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1325 ഡിവൈഡഡ് ബൈ 25 എത്രയാണ്? ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, നമുക്ക് ഹരിച്ചു നോക്കാം. എത്ര കിട്ടും? 1325 ഡിവൈഡഡ് ബൈ 25 എത്രയാണ്? 13ല് പോവില്ല. 132ൽ എത്ര പ്രാവശ്യം? 5 ടൈംസ് അല്ലെ? 5 25s are 125 അല്ലേ? അപ്പൊ 5 എന്ന് ഇവിടെ കിട്ടും. അപ്പൊ 125 125 കഴിഞ്ഞ് ബാക്കി എത്ര കിട്ടും? 7 എന്ന് കിട്ടും. 7 75ല് 3 325s are 75. അപ്പോൾ എനിക്ക് ആൻസർ എത്ര കിട്ടി? 53 എന്ന ആൻസർ കിട്ടും. 53. അപ്പൊ നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? കിട്ടിയ രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് x8 കിട്ടി, അതുപോലെ തന്നെ എന്തും കിട്ടി? x13 കിട്ടി. 8ാം പദവും കിട്ടി, 13ാം പദവും കിട്ടി. 8ാം പദവും 13ാം പദവും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ അറിയാലോ, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനും പറ്റും. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നിങ്ങൾക്ക് അതാണ് ഞാൻ പറഞ്ഞത്. ഇത് 4 മാർക്കിൽ 5 മാർക്ക് ഉണ്ടാവും. കുറച്ച് സ്റ്റെപ്സ് അതിന് വരുന്നുണ്ട്. അപ്പോഴോ 8ാം പദത്തിനകത്ത് എത്ര പ്രാവശ്യം ഡി കൂട്ടി, 8ാം പദത്തിനോട് എത്ര പ്രാവശ്യം ഡി കൂട്ടിയാൽ 13ാം പദം കിട്ടും? 8 5 അല്ലെ 13. അപ്പോൾ x8 പ്ലസ് 5d ആയിരിക്കും എത്ര? x13. അപ്പോഴ് എന്താണ്? x8 പ്ലസ് x8 പ്ലസ് 5d ആയിരിക്കും എത്ര? x13. ആ വില നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x8 എത്രയാണ്? 33 അല്ലെ? 33 പ്ലസ് 5d is equal to 53. Therefore 5d is equal to എത്രയാണ് കിട്ടുന്നത്? 53 minus 33 is equal to എത്ര വരും? 53 minus 33 is equal to 20 എന്ന് കിട്ടും. അപ്പൊ 5d is equal to 20. 5d is equal to 20 ആണ് അല്ലെ? 20. അങ്ങനെയാണെങ്കിൽ d is equal to എത്ര വരും? d is equal to 20 by 5 is equal to 4. d യുടെ വില 4 എന്ന് കിട്ടി. കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എത്ര കിട്ടി? 4 എന്ന് കിട്ടി. നമ്മൾക്ക് കാണേണ്ടത് എന്താണ്? സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ് ആണ്. n ടേംസിന്റെ സമ്മ് കണ്ടുപിടിക്കണം. എന്തൊക്കെ വേണം നമുക്ക്? n-ാം പദം വേണം. n-ാം പദം വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഫസ്റ്റ് ടേം വേണ്ടേ? ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും വെച്ചിട്ടല്ലേ നമ്മൾ nth ടേം എഴുതുന്നത്. അപ്പൊ നമുക്കിനി ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ഫസ്റ്റ് ടേം ആദ്യ പദം കണ്ടുപിടിക്കുന്നത്? കിട്ടിയ കോമൺ ഡിഫറൻസ് ഏതെങ്കിലും ഒരു പദത്തിൽ, നമുക്ക് കിട്ടിയിരിക്കുന്ന ഏതെങ്കിലും ഒരു പദത്തിന്റെ വിലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോഴ് എത്രയാണ്? d യുടെ വില 4 എന്ന് കിട്ടിയല്ലോ. d യുടെ വില 4 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെയ്യേണ്ടത് x8 is equal to 33 എന്ന് കിട്ടിയല്ലോ. അതിനകത്തേക്ക് നമുക്ക് വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ x8 is equal to 33 ആണ്. x8 is equal to 33 ആയതുകൊണ്ട് x8 is equal to 33. x8 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? x1 plus x1 plus എത്ര d ആണ്? 8th പദമല്ലേ? 8th ടേം ആവുമ്പോ 7d. x1 plus 7d is equal to 33. ഇനി d ക്ക് കിട്ടിയ വില നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ x1 plus 7 into 4 അല്ലേ? അപ്പൊ 28. 7 4s are 28 is equal to 33. Therefore x1 is equal to 33 minus 28 is equal to 5. അപ്പോ x1 ന്റെ വില എത്ര കിട്ടി? 5 എന്ന് കിട്ടി. ഇനി നമുക്ക് xn കണ്ടുപിടിക്കാലോ. xn എന്തിനാണ്? n ടേംസിന്റെ സമ്മ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പൊ സം എന്താണ്? n/2 into ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ലാസ്റ്റ് ടേം എന്ന് വെച്ചാൽ xn. x1 plus xn ആണ്. അപ്പോഴ് ഇനി നമുക്ക് xn കണ്ടുപിടിക്കാം. xn is equal to എന്താണ്? കോമൺ ഡിഫറൻസിനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 4n ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറയ്ക്കുക. subtract first term plus subtract common difference from first term. അപ്പോൾ എത്രയാണ്? 5 minus 4 എത്രയാണ്? 1 എന്ന് കിട്ടും. അപ്പൊ പ്ലസ് 1. ഇവിടെ xn എത്ര കിട്ടി? 4n plus 1 എന്ന് കിട്ടി. മനസ്സിലായല്ലോ?
ഇനി നമുക്ക് എസ് എൻ കണ്ടുപിടിക്കാം. എസ് എൻ കാണേണ്ട ഫോർമുല n/2 ഇൻറ്റു, നമുക്കിവിടെ ഒരു നമ്പർ ഒന്നും തന്നിട്ടില്ല, n ടേംസിന്റെ സമ്മ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ n/2 ഇൻറ്റു ഫസ്റ്റ് ടേം, അതായത് x1 പ്ലസ് xn വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോഴെത്ര കിട്ടുക? n/2 ഇൻറ്റു x1 എത്രയാണ്? 5 അല്ലെ, 5 പ്ലസ് xn എത്രയാണ്? 4n പ്ലസ് 1, 4n പ്ലസ് 1. ഇനി ഈ 4n നമുക്ക് ആദ്യം എഴുതാം. 5 പ്ലസ് 1 എത്രയാണ്? 6 ആണ്. അപ്പോഴേ അടുത്ത സ്റ്റെപ്പിലേക്ക് എന്ത് കിട്ടും? n/2 ഇൻറ്റു 4n പ്ലസ് 6 എന്ന് കിട്ടും. ഇനി ഒന്നുകിൽ നമുക്ക് എന്താണ് ഇവിടെ 2 കോമൺ ആയിട്ട്, രണ്ടിനും 6ഉം 4ഉം 2ന്റെ മൾട്ടിപ്പിൾ ആണ്. 2 കോമൺ ആയിട്ട് നമുക്ക് പുറത്തേക്ക് എടുത്ത് ബ്രാക്കറ്റിനുള്ളിൽ 2n പ്ലസ് 3 എന്ന് എഴുതിയിട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഓരോന്നിനെയും പുറത്തേക്ക് എടുത്ത്, ബ്രാക്കറ്റിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്ലസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഇത് ഞാൻ മായ്ക്കുവാണ്. അപ്പോ ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? n/2 ഇൻറ്റു, അപ്പം n/2 Sn is equal to n/2 ഇൻറ്റു 4n പ്ലസ് അതായത് ഈ ബ്രാക്കറ്റിനുള്ളിൽ ഓരോന്നിനും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു അതിന്റെ കോമൺ ആയിട്ടുള്ള ഫാക്ടർ പുറത്തേക്ക് എടുത്ത് നമ്മൾ കട്ട് ചെയ്തും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ n/2 ഇൻറ്റു 4n പ്ലസ് n/2 ഇൻറ്റു 6, n/2 ഇൻറ്റു 6. ഇനി ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 4/2 എത്രയാണ്? 2 അല്ലേ? അപ്പൊ 2n സ്ക്വയർ എന്ന് വരും. 2n സ്ക്വയർ പ്ലസ് ഇവിടെ n4ഉം 2 കട്ട് ചെയ്ത് 2 കിട്ടും. 2n സ്ക്വയർ പ്ലസ് 6/2 എത്രയാണ്? 3 അല്ലേ? 3n. അപ്പൊ 2n സ്ക്വയർ പ്ലസ് 3n ആയിരിക്കും ഇതിന്റെ n ടേംസിന്റെ സം എന്ന് പറയുന്നത്. സം ഓഫ് n ടേംസ് ഓഫ് ദി സീക്വൻസ് ഈസ് 2n സ്ക്വയർ പ്ലസ് 3n. ഇപ്പോഴ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുവാണ്. അടുത്ത ദിവസം ഇതിന്റെ തന്നെ ഒരു ഭാഗവും കൂടിയുണ്ട്. അതുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.